തിരുവനന്തപുരം മണ്ഡലം പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തിൽ ലോക്സഭാ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പ്രചരണ വിശേഷങ്ങൾ അമൃത ന്യൂസിനോട് പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് വിജയപ്രതീക്ഷ പൂർണ്ണമായുണ്ട്. ഇലക്ഷൻ തീയതി പ്രഖ്യാപിച്ച് നമുക്കറിയാം, പ്രഖ്യാപിക്കുന്ന എപ്പോഴായാലും. ഇനി 26 ഇലക്ഷൻ തീയതി. നമുക്ക് കുറേ കൂടി ദിവസം പോകുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ എത്ര ദിവസം പോയാലും നമുക്ക് കൂടുതൽ പ്രതീക്ഷയ്ക്ക് കൂടുതൽ നിറം പകരാത് നമ്മൾ നല്ല വിജയം നേടും. ആദ്യഘട്ട പ്രചരണങ്ങളൊക്കെ അവസാനിച്ചോ? അല്ലെങ്കിൽ ഇല്ല, മറ്റാരും പ്രചരണം കാര്യമായി തുടങ്ങിയിട്ടില്ല. നമ്മൾ ഇത്തവണ എല്ലാ മണ്ഡലങ്ങളിലും ഒരു റൗണ്ട് പോയി. അതിന് പുറമെ വ്യക്തികളെ കാണാനുള്ള പരിപാടിയാണ് ആ പരിപാടിയിലാണ് ഇന്നിപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. ഇന്ന് തീരദേശ മേഖലയായിരുന്നു, ഇന്നലെ നമ്മൾ മറ്റ് മേഖലകളിലായിരുന്നു. ഓരോ ദിവസവും പല പരിപാടികളായിട്ട് നമ്മൾ പോവുക. മറ്റ് പബ്ലിക് മീറ്റിംഗ് ആരംഭിച്ചില്ല. അങ്ങനെയുള്ള മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ടാക്കി. ഇനി നമുക്ക് ഏരിയ കമ്മിറ്റികൾ, അത് കഴിഞ്ഞ് വാർഡ് കമ്മിറ്റികൾ, ഈ പ്രൊസീജിയറൊക്കെ അതിൻ്റെ കൂടെ വരും. അത് കഴിയുമ്പം സ്ഥാനാർത്ഥി പര്യടനം അന്നേരം വരുന്നത്. ഒരിക്കലും ഇല്ലാതെ പോലെ സ്ഥാനാർത്ഥി പര്യടനത്തിന് മുമ്പ് തന്നെ ഞാൻ എല്ലാവരുടെയും പോയി. ഈ കൊടുംചൂടിന് എല്ലാ സ്ഥലത്തും പോയി. കാരണം അവരുമായി നേരിട്ട് സംവദിക്കാൻ ഒരു സമയമുണ്ടായി. അത് വളരെ നല്ല പ്രയോജനമായിരുന്നു. അത് നമുക്ക് കൂടുതൽ പ്രതീക്ഷ വളർത്തുന്നുണ്ട്. ഇവിടെ മത്സരം LDF UDF തമ്മിലാണ്. BJP ഇവിടെ പ്രസക്തമല്ല. BJP ഏത് പ്രമാണി ഇവിടെ വന്ന് മത്സരിച്ചാലും നമുക്ക് അതൊരു പ്രശ്നമേ അല്ല. അവർ 3-ാം സ്ഥാനത്ത്, അവർക്ക് അത്രയും സ്ട്രെങ്ത്തുള്ള BJPക്ക് രാജ്യം ഭരിക്കുന്നെന്നുള്ളതുകൊണ്ട് മാത്രം വോട്ട് ജനം കൊടുക്കില്ലല്ലോ. രാജ്യം ഭരിക്കുന്നവർ എന്താ ചെയ്യുന്നതെന്നുള്ളത് എല്ലാം ശരിയാവെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഇത് എല്ലാം കിട്ടുന്നല്ലേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞത് വല്ലതും കിട്ടിയോന്ന് ജനങ്ങൾ ആലോചിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് കേന്ദ്ര ഭരണത്തിനെതിരായി ജനങ്ങൾക്കുള്ള വികാരം അത് ഈ വോട്ടിൽ പ്രതിഫലിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്.